അനന്തുവിൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് ഇന്നേക്ക് 1 മാസം തികഞ്ഞു. അച്ചാച്ചൻ പേരക്കുട്ടി എന്ന ബന്ധത്തിലുപരി അവർ 2 ശരീരവും ഒരു മനസ്സുമായിരുന്നു. അവനെ അച്ചാച്ചന് പെരുത്തിഷ്ടായിരുന്നു. അനന്തുവിനും അങ്ങനെ തന്നെ. ഞാനിന്ന് അനന്തു കൃഷ്ണൻ്റെ ജീവിതകഥയാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. അനന്തുവിൻ്റെ അച്ഛൻ രവി, അച്ചാച്ചൻ രാജേന്ദ്രൻ, അമ്മ മാലതി, അനിയത്തി ശിവപ്രിയ എന്ന ശിവ. ഇതായിരുന്നു അവരുടെ കുടുംബം. എന്നാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അതിനുശേഷം അവരെ നോക്കിയത് അച്ചാച്ചനായിരുന്നു. അമ്മ ഒരംഗനവാടി ടീച്ചറാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കമായതുകൊണ്ട് അവർ ഒരു പഴയ വീട്ടിലാണ് താമസം. 1 മാസം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അച്ചാച്ചൻ അവരെ വിട്ടുവരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഒളിച്ചോട്ടമായിരുന്നാൽ പറയത്തക്ക ബന്ധുമിത്രാദികൾ അവർക്കില്ലായിരുന്നു. അമ്മയ്ക്ക് ഒരു ജോലിയുള്ളതിനാൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അല്ലലില്ലാതെ ജീവിക്കാൻ പറ്റുന്നു. അങ്ങനെ 1 മാസത്തിന് ശേഷം അമ്മയുടെ നിർബന്ധത്താൽ അനന്തവും ശിവയും വീണ്ടും പഠിക്കാൻ പോകാൻ തുടങ്ങി. അനന്തു B.Ed അവസാന വർഷ വിദ്യാർത്ഥിയാണ്. അനിയത്തി +1 പഠിക്കുന്നു. വിരസമായ ക്ലാസ്സുകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ മടുപ്പിച്ചു. പിന്നെ ആകെ ഉണ്ടായിരുന്ന സമാധാനം അവന് അവിടെ നിന്ന് കിട്ടിയ 2 ചങ്കുകളുടെ സൗഹൃദമാണ്, സ്നേഹയും രാഹുലും. അനന്തും രാഹുലും സ്നേഹയും കട്ട കമ്പനിയാണ്. 3 സംഘം. ക്ലാസ് കട്ട് ചെയ്യാനും അലമ്പിനായാലും ഉഴപ്പിനായാലുമൊക്കെ അവർ അവൻ്റെ കൂടെയുണ്ട്. 3 ഒരു മനസ്സായി അടിച്ചു പൊളിക്കുന്നു. സ്നേഹ സാമ്പത്തികമായി വളരെ ഉന്നതിയിലുള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ്. എന്നാൽ രാഹുൽ പക്ക ഒരു ഗ്രാമവാസിയായിരുന്നു, തനി ശുദ്ധൻ. ഇടയ്ക്കിടയ്ക്ക് രാഹുലും അനന്തവും സ്നേഹയുടെ വീട് സന്ദർശിക്കാറുണ്ട്. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവർ മക്കളെപ്പോലെ തന്നെയാണ്. അങ്ങനെ അച്ചാച്ചൻ്റെ വിയോഗത്തെ തുടർന്ന് ദുഃഖം മാറാൻ പഠനത്തിൽ മുഴുകിയിരുന്ന സമയത്താണ് അവിചാരിതമായി അച്ചാച്ചൻ്റെ മുറിയിൽ അനന്തു കയറുന്നത്. അസൈൻമെൻറ്റിനുള്ള പേപ്പർ വർക്ക് തയ്യാറാക്കാൻ ബുക്സ് റെഫർ ചെയ്യാനാണ് അവിടെ കയറിയത്. അദ്ദേഹത്തിന് വിശാലമായ ഒരു ലൈബ്രറി കൈവശമുണ്ടായിരുന്നു. ഒരു ജ്ഞാനിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. മുറിയിൽ കയറി നിന്നപ്പോൾ അച്ചാച്ചൻ്റെ മണം എപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതവന് അനുഭവപ്പെട്ടു. പതിയെ തനിക്ക് ആവശ്യമായ ബുക്ക് അവൻ പരതാൻ തുടങ്ങി. എന്നാൽ അവൻ ആ ബുക്സ് കണ്ടെത്താൻ സാധിച്ചില്ല. നിരാശയോടെ മുറിയിലാകമാനം കണ്ണോടിക്കുന്നതിനിടയിലാണ് ഭിത്തിയുടെ മുകളിൽ തട്ടി ഒരു പഴയ ട്രക്ക് പെട്ടി അനന്തുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ പെട്ടെന്ന് മുറിയിലുണ്ടായിരുന്ന ഒരു സ്റ്റൂളെടുത്ത് അതിൻ്റെ മുകളിൽ കയറി നിന്ന് എന്തി വലഞ്ഞ് അത് വലിച്ചെടുത്തു. കിരികിര ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞു. പതിയെ താഴെ ഇറങ്ങി ആ പെട്ടി സൂക്ഷ്മതയോടെ അച്ചാച്ചൻ്റെ കട്ടിലിൽ വെച്ചു. അനന്തു അമ്പരപ്പോടെ ആ പെട്ടി പുറമെ പരിശോധിച്ചു നോക്കി. മരത്തിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടിയായിരുന്നു അത്. പതിയെ കയ്യിലെടുത്ത് അത് തിരിച്ചും മറിച്ചും സൂക്ഷ്മതയോടെ നോക്കി. പെട്ടിയുടെ ഒരു വശത്ത് ചിറകുകൾ വിടർത്തിയ ഒരു കൂറ്റൻ പക്ഷിയുടെ തോളിലേറി അമ്പും വില്ലും കുലയ്ക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ചിത്രം ആലിംഗനം ചെയ്തിട്ടുണ്ട്. അവൻ പതിയെ അവൻ്റെ കൈവിരലുകൾ ആ യോദ്ധാവിൻ്റെ മുഖത്തോടെ ഓടിച്ചു. ഇത്രയും സൗന്ദര്യമുള്ള ഒരു യുവാവിനെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവനും സുന്ദരനാണെങ്കിലും ആ യുവാവിൻ്റെ മുഖത്ത് നിന്ന് അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ചിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള യോദ്ധാവിൻ്റെ കണ്ണുകൾ പോലും വല്ലാത്ത കാന്തിക ശക്തി ഉള്ളതായി അനന്തുവിന് അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ യോദ്ധാവിൻ്റെ ചിത്രത്തിൽ നിന്നും കണ്ണെടുത്ത് അവൻ പെട്ടി തിരിച്ചു പിടിച്ചു. അതിൽ വലിയൊരു വൃത്തത്തിന് മധ്യേ താമരതൾ പോലെ ഓവൽ ഷേപ്പുള്ള 5 രൂപങ്ങൾ വൃത്തത്തിൻ്റെ മധ്യയിലെ കേന്ദ്രബിന്ദുവിൽ ബന്ധിപ്പിച്ച പോലെ കോർത്തു വെച്ചിരുന്നു. ഈ രൂപം അതിൽ കൊത്തിവെച്ചിരിക്കുന്നു. വൃത്തത്തിന് ചുറ്റും 4 ഭാഗത്തായി ക്രീം നിറത്തിലുള്ള കൂർത്ത മുനയുള്ള ഒരു വസ്തു ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നു. അനന്തുവിന് അതേതോ ജീവിയുടെ പല്ലോ നഖമോ ആണെന്ന് ഒരു നിമിഷം തോന്നി. ഒരുപാട് വർഷത്തെ പഴക്കം ആ പെട്ടിക്കുള്ളതായി അവന് തോന്നി. പെട്ടി തുറക്കാൻ വേറൊരു വഴിയും കാണാത്തതിനാൽ അവൻ വേഗം തൻ്റെ റൂമിലേക്ക് പോയി ചുറ്റികയും കട്ടിംഗ് പ്ലെയറും അടുക്കളയിൽ നിന്നും കത്തിയും കയ്യിലേന്തി അച്ചാച്ചൻ്റെ റൂമിലേക്ക് നടന്നെത്തി. വാതിൽ അകത്തുനിന്ന് പൂട്ടി അനന്തു പെട്ടിക്ക് ചാരയിരുന്നു. എന്തോ ഒരു വിലക്കപ്പെട്ട നിധി ഇതിനുള്ളിലുണ്ടെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ചുറ്റിക ഉപയോഗിച്ച്
അവൻ പെട്ടി പൊളിക്കാൻ തുടങ്ങി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ആ പെട്ടിയിൽ ഒരു പോറൽ പോലും പറ്റാത്തത് അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ചുറ്റികയ്ക്ക് പുറമെ കത്തിയും കട്ടും പ്ലെയറും ഉപയോഗിച്ച് അനന്തു പഠിച്ച പണി 18 നോക്കിയിട്ടും തോറ്റുപോയി. അവസാനം ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ മുഷ്ടി ചുരുട്ടി അവൻ പെട്ടിയിൽ ആഞ്ഞടിച്ചു. കലിയഴകാതെ വീണ്ടും ഇടിച്ചപ്പോൾ അനന്തുവിൻ്റെ വിരൽ അവിടെയുള്ള കൂർത്ത ഭാഗത്തിൽ കൊണ്ട് മുറിഞ്ഞു. അവൻ വേദനയുടെ കൈ പുറകിലേക്ക് വലിച്ചു. എന്നാൽ കൈവിരലിനിടയിലൂടെ കുറച്ച് രക്തത്തുള്ളികൾ ആ വൃത്തത്തിനുള്ളിൽ ഇറ്റ് വീണു. അനന്തു വിരൽ മുറിഞ്ഞ ഭാഗത്ത് അമർത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ പെട്ടിയിലേക്ക് നോക്കിയപ്പോൾ വൃത്തത്തിനുള്ളിൽ വീണ രക്തം അത് ആലിംഗനം ചെയ്ത് രേഖയിലൂടെ പതിയെ ചലിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേഷ്യം പെട്ടെന്ന് തന്നെ പോയി. അത്ഭുതത്തോടെ അവൻ കൺമുമ്പിൽ നടക്കുന്നത് സത്യമോ മിഥ്യയോ എന്ന ചിന്തയിൽ ആശങ്കയിലായിരുന്നു. ഓവൽ ഷേപ്പിലൂടെ വൃത്തത്തിലൂടെ രക്തത്തുള്ളികൾ ഒഴുകി പരന്ന ശേഷം പെട്ടെന്ന് തന്നെ പ്രത്യേക ശബ്ദത്തോടു കൂടി ആ പെട്ടി രണ്ടായി വിഭജിച്ചു മാറി. ആകാംക്ഷയോടെ അനന്ത് മിടിക്കുന്ന ഹൃദയത്തോടെ പെട്ടി വലിച്ചു തുറന്നു. അപ്പോൾ അവിടെ ആകമാനം എന്തോ ഒരുതരം സുഗന്ധം പരക്കുന്നതായി അവന് തോന്നി. വല്ലാത്ത മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് അത്തരമൊരു സുഗന്ധം അവൻ അനുഭവപ്പെടുന്നത്. പെട്ടിയുടെ ഉള്ളിലേക്ക് അവൻ ഉറ്റുനോക്കി. ഒരു ചുവന്ന പട്ടിൽ എന്തൊക്കെയോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായി അവന് മനസ്സിലായി. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ പൊതിയെടുത്ത് പട്ടിന് മുകളിൽ കുടുക്കി വെച്ചിരുന്ന ആ ചരട് വലിച്ചെടുത്തു. ഈ സമയം ചുവന്ന പട്ട് താഴെ കൂർന്നു വീണു. അവൻ പതിയെ പട്ട് കൈകൾ കൊണ്ട് വകഞ്ഞു മാറ്റി. ആ സമയം അവന് കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കുറച്ച് താളിയോലകളാണ്. അനന്തു സസൂക്ഷ്മം അതിൽ നിന്നും ഒരു കെട്ട് അഴിച്ചെടുത്തു. അവൻ അതിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. പനയോലയിൽ നാരായം കൊണ്ട് എഴുതിയതാണവ എന്ന് അനന്തുവിന് മനസ്സിലായി. എന്നാൽ അതിൽ രേഖപ്പെടുത്തിയത് മലയാള ഭാഷയ്ക്ക് പകരം കൊൽബി എന്ന പ്രാകൃതമായ ഭാഷയായിരുന്നു. മലയാള ഭാഷയ്ക്കൊപ്പം തന്നെ മലബാറിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു കൊൽബി. എന്നാൽ ബ്രിട്ടീഷ് അടിച്ചമർത്തകൾക്കൊപ്പം കൊൽബി എന്ന ഭാഷ നാമവിശേഷമായി മാറി. ഇന്ന് കൊൽബി വായിക്കാനും എഴുതാനും അറിയുന്നവർ വളരെ വിരളമോ വിരലിലെണ്ണാവുന്നവരോ മാത്രമായിരുന്നു. എന്നാൽ അച്ചാച്ചൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അവന് ഓർമ്മ വന്നു. അച്ചാച്ചൻ കൊൽബി ഭാഷയിൽ അഗ്രഗണ്യനായിരുന്നു. അനന്തുവിനെയും അദ്ദേഹം ആ ഭാഷ സ്വായത്തമാക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അനന്തു കൗതുകത്തോടെ ആ താളിയോലക്കെട്ടെടുത്ത് മേശപ്പുറത്ത് വെച്ചു. സ്റ്റൂളെടുത്ത് വെച്ച് അതിന് മുകളിലിരുന്ന് അവൻ താളിയോലക്കെട്ട് വായിക്കാൻ തുടങ്ങി. അതിന് മുകളിൽ എപ്രകാരം കൊൽബി ഭാഷയിൽ എഴുതിയിരിക്കുന്നു: മൃഗടപുര. അനന്തു ആ വാക്ക് വായിച്ചു നോക്കി. അതിൻ്റെ മലയാള തർജ്ജിമ ഇപ്രകാരമായിരുന്നു: വശീകരണ മന്ത്രം. ഒരു 4 വരി ശ്ലോകം പോലുള്ള മന്ത്രം അവൻ മനസ്സിരുത്തി വായിച്ചു. വായിച്ച പാടെ തന്നെ അനന്തു ആ ശ്ലോകം ഹൃദയസ്ഥമാക്കി. അത് മനസ്സിൽ പതിഞ്ഞതും മനസ്സിന് വല്ലാത്തൊരു ധൈര്യവും ആവേശവും വന്നു ചേർന്നതായി അവന് തോന്നി. ശരീരത്തിലാകെ ഒരു തരിപ്പ് വന്ന് നിറയുന്നതായി അവന് തോന്നി. മുൻപ് പെട്ടി തുറന്നപ്പോൾ ഉണ്ടായിരുന്ന ഗന്ധം വീണ്ടും അവിടെ അലയടിക്കുന്നതായി അവന് തോന്നി. പെട്ടെന്ന് ആ താളിയോലക്കെട്ടിൽ നിന്നും മിന്നൽ പിണർ പോലെ വെളുത്ത പ്രകാശം അവനെ സ്പർശിച്ചതും പെട്ടെന്ന് തന്നെ അനന്ത് ബോധം കെട്ട് നിലത്ത് വീണു. അപ്പോഴും മേശപ്പുറത്തിരുന്ന താളിയോലക്കെട്ടിൽ വല്ലാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു. വീണ്ടും അതിൽ നിന്നും ആ സുഗന്ധം അവിടെ ആകമാനം പരക്കാൻ തുടങ്ങി. സുഖകരമായ നിദ്രയ്ക്ക് ശേഷം അനന്ത് പതിയെ കണ്ണു തുറന്നു. വല്ലാത്ത ക്ഷീണത്തോടെ അവൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് മൂരിയൊന്ന് നിവർത്തി. കണ്ണുകൾ അമർത്തി തുടച്ച് അവൻ നോക്കുമ്പോഴാണ് അവൻ നിലത്തു നിന്നാണ് എഴുന്നേറ്റെന്ന് അവന് ബോധ്യം വന്നത്. അവൻ പതിയെ സ്റ്റൂളിൽ പോയിരുന്നു. ഈ സമയം അനന്തുവിൻ്റെ അമ്മ മാലതി പുറത്തു നിന്ന് വാതിൽ കൊട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു കൂകി: ഡാ ചെക്ക, നീ എന്തെടുക്ക ഉള്ളിൽ? ഒന്നുമില്ലമ്മേ, കുറച്ച് ബുക്സ് നോക്കുക. ആ, അത് കഴിഞ്ഞിട്ട് വേഗം ചായ കുടിക്കാൻ പാ ചെക്ക. വാതിലിന് പുറത്തുനിന്ന് അമ്മ കയറ് പൊട്ടിച്ചു. ആ വരാ അമ്മേ, അമ്മ പൊക്കോ. അനന്തു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. പെട്ടെന്ന് തന്നെ അവൻ ആ താളോലക്കെട്ട് പട്ടിൽ പൊതിഞ്ഞ് ഭദ്രമായി ആ പെട്ടിയിൽ തന്നെ വെച്ച് അത് യഥാസ്ഥാനത്ത് തിരികെ വെച്ചു. വാതിൽ തുറന്ന് റൂമിൽ വെളിയിലേക്കിറങ്ങി അവൻ അടുക്കളയിൽ ചെന്ന് ചായ മോന്തി കുടിച്ചു. അമ്മയോട് കുറേ നേരം കൊഞ്ചി അനിയത്തിയുമായി തല്ലുകൂടി അവൻ സമയം കളഞ്ഞു.
പിന്നെ കുളിക്കാൻ പോയി വന്ന് ഒരു മുണ്ടും ബനിയാനുമിട്ട് വീടിന് മുന്നിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നു. ഈ സമയം അനന്തുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് അവൻ്റെ കണ്ണുകൾ പാറി. അവിടെ വീടിന് പുറത്ത് ഫോണിലൂടെ ആരോ സംസാരിക്കുകയാണ് ഇന്ദു ചേച്ചി. അവൻ്റെ കണ്ണുകൾ ഇന്ദുവിലൂടെ ഒന്നൊഴിഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഒരു മാസം മുമ്പാണ് ചേച്ചി ഇവിടേക്ക് വന്നത്. മുൻപത്തെക്കാളും ചേച്ചി ഇപ്പോൾ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട്. സൗന്ദര്യമൊക്കെ ഒന്നിരട്ടിയായി. അവൻ്റെ കണ്ണുകൾ അവളെ പരതിക്കൊണ്ടിരുന്നു. കണ്ടാൽ 30 വയസ്സായെന്ന് ആരും പറയില്ല. ആത്മഹത്യം പറഞ്ഞ് അവൻ വീണ്ടും പഴയ പോലെ ഉലാത്താൻ തുടങ്ങി. ഇന്ദു ചേച്ചിയിൽ പണ്ടേ ഒരു കണ്ണുണ്ടെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാൻ അനന്തുവിന് പേടിയായിരുന്നു. കാരണം അവരുടെ തൻ്റെടിയായിട്ടുള്ള സ്വഭാവവും പുരുഷ വിദ്വേഷവുമായിരുന്നു. ഒരാണുങ്ങളെയും അവർ അടുപ്പിക്കാറില്ല. എന്തിന്, ചെറുപ്പം മുതലേ കാണുന്ന തന്നോട് പോലും അവർ ചിരിച്ചു കാണിച്ചിട്ടില്ല ഇതുവരെ. ഇനി താൻ ചിരിച്ചാൽ പോലും അവർ മുഖം വെട്ടിക്കാണ് പതിവ്. പിന്നെ താനും തീരെ അവരെ ഗൗനിക്കാറില്ല. ഇത്രയും മൂഷട്ട സ്വഭാവമുള്ള ഇന്ദു ചേച്ചി കല്യാണം കഴിക്കാൻ എങ്ങനെ സമ്മതിച്ചെന്ന രഹസ്യം എന്നും അറിഞ്ഞൂടാർക്കും. അനന്ത് പതിയെ മുറ്റത്തൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ആ മന്ത്രത്തെക്കുറിച്ച് അവൻ ഓർത്തു. അതിൽ വശീകരിക്കേണ്ട ആളുടെ കണ്ണിൽ നോക്കിയോ അല്ലെങ്കിൽ മനസ്സിലോർത്തോ വേണം മന്ത്രം ചൊല്ലാൻ എന്ന് പ്രത്യേകം എഴുതിയത് അവൻ ഓർത്തു. എന്തായാലും ഒരു നേരം പോക്കാവട്ടെ എന്നോർത്ത് അനന്തു കളിയായി ഇന്ദുവിൻ്റെ കണ്ണിൽ നോക്കി വശീകരണ മന്ത്രം ഉരുവിട്ടു. പെട്ടെന്ന് അനന്തുവിൻ്റെ അമ്മ അവനെ വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. വീടിന് പുറകിലുള്ള വാഴയിൽ നിന്നും ഇല ചീന്തിയെടുക്കുന്ന സമയത്താണ് അമ്മ അനന്തു എന്ന് ഉറക്കെ വിളിച്ചത് അവൻ്റെ കാതിൽ പതിഞ്ഞത്. ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാൻ പറ്റാതെ ദേഷ്യത്തിൽ അടുക്കള വഴി വീടിൻ്റെ ഉമ്മറത്തേക്ക് അവൻ ചവിട്ടിത്തുള്ളി വന്നു. മുൻപിൽ നിൽക്കുന്ന ഇന്ദു ചേച്ചിയെ കണ്ടതും അനന്തു തറഞ്ഞു നിന്നു. ഇന്ദു അവനെ നോക്കി പുഞ്ചിരിച്ചു. ഈ നടക്കുന്നത് സ്വപ്നമാണോ അതുള്ളതാണോ എന്നറിയാൻ അവൻ കയ്യിൽ ഒന്ന് പിച്ചു നുള്ളി. വിശ്വാസം വരാതെ അവൻ ഇന്ദുവിനെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് അവിടെ ഇന്നലെ ആ പെട്ടി തുറന്നപ്പോഴുണ്ടായിരുന്ന സുഗന്ധം ആകെ പരക്കുന്നതായി അവന് തോന്നി. എന്താ ഇന്ദു മോളെ? അനന്തുവിൻ്റെ അമ്മ അവളെ നോക്കി. ഒന്നുമില്ല ആൻറ്റി, എനിക്ക് ഒന്ന് ഷോപ്പിങ്ങിന് പോകണം. നല്ല തലവേദനയായതുകൊണ്ട് കാർ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അനന്തു ഫ്രീ ആണെങ്കിൽ കൂടെ വരാമോ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. എന്തു പ്രതീക്ഷയോടെ അനന്തുവിനെ അമ്മയെയും മാറി മാറി നോക്കി. അനന്തു, മോള് വിളിച്ചത് കണ്ടില്ലേ? നീ പോയിട്ട് വാ. ആ അമ്മേ, ഞാൻ പോയിട്ട് വരാം. അനന്തു ആ സന്തോഷത്തോടെ ഇന്ദുവിൻ്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. ഇന്ദു കാറിൻ്റെ ചാവി കൊണ്ടുവന്ന് അനന്തുവിൻ്റെ കയ്യിൽ കൊടുത്തു. അവനെ ഒന്ന് നോക്കി. എന്നിട്ട് ഡ്രസ്സ് മാറി വരാമെന്നും പറഞ്ഞു ഉള്ളിലേക്ക് പോയി. അനന്തു കാറിൻ്റെ ഉള്ളിൽ കയറി വണ്ടിയൊന്ന് ഓൺ ചെയ്ത് എൻജിൻ ഒന്നിരിപ്പിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. പതുക്കെ വണ്ടി ഓഫ് ചെയ്ത് അവൻ കാറിൽ ചാരിയിരുന്ന് ഇന്ദു ചേച്ചിയെ കാത്തിരുന്നു. ഈ സമയം ഇന്ദു ഒരു നീല കളർ ജീൻസും ടീഷർട്ടും അണിഞ്ഞ് കയ്യിൽ പേഴ്സും ഫോണും പിടിച്ച് പുറത്തേക്ക് വന്നു. അനന്തു വാ തുറന്ന് അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു നിന്നു. ഇന്ദു ചേച്ചിയെപ്പോലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയിരുന്നെങ്കിലെന്ന ആത്മകഥാവും പറഞ്ഞ് അവൻ നിരാശ പൂണ്ടു. അവൾ ഡോറിന് സമീപം എത്തിയതും അനന്തു അവളെ ആവേശത്തോടെ നോക്കി. ചേച്ചി സുന്ദരിയായിട്ടുണ്ട്. അവനത് മനസ്സിൽ പറഞ്ഞതാണെങ്കിലും അറിയാതെ അത് പുറത്തേക്ക് വന്നു. ആണോട് അനന്തു? എൻ്റെ അനന്തുവും സുന്ദരൻ തന്നെ. അനന്തുവിൻ്റെ കവളിൽ നുള്ളി ഇന്ദു അവന് സമീപം നിന്നു. അനന്തു ഇന്ദുവിനെ അടിമുടി നോക്കി. അനന്തുവിൻ്റെ നോട്ടം മനസ്സിലാക്കി ഇന്ദു വല്ലാത്തൊരു ചിരിയോടെ അവനെ നോക്കി കണ്ണിറക്കി കാണിച്ചു. ഇന്ദുവിൻ്റെ ചിരിയുടെ ഭംഗി തന്നെ കൊല്ലാതെ കൊല്ലുന്നുവെന്ന് അനന്തുവിന് തോന്നി. അനന്തു പരിഭ്രമത്തോടെ ഡോർ തുറന്ന് ഇന്ദുവിനെ ഇരുത്തി ഡ്രൈവിംഗ് സീറ്റിൽ കയറി അവൻ ഇരുന്നതും കാറ് മുന്നോട്ടെടുത്തു. ഡ്രൈവിങ്ങിനിടയിലും ഇന്ദു ചേച്ചിയോട് തനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നത് അനന്തുവിന് മനസ്സിലായി. എന്നാലും ഇന്ദു ചേച്ചിയുടെ പെരുമാറ്റത്തിൽ അമ്പരന്ന് നിൽക്കുകയായിരുന്നു അനന്തു. എന്നാലും ചേച്ചി എന്താ ഇങ്ങനെ പെരുമാറുന്നേ? ഡ്രൈവിങ്ങിനിടയിലും അവൻ ചിന്തിച്ചു. ഇനി ആ മന്ത്രം സത്യമാണോ? അത് വല്ല ഉടായിപ്പായിരിക്കും. മറ്റ് ചിന്തകൾ ഒഴിവാക്കി അവൻ ഇന്ദു ചേച്ചിയോട് കൂടുതൽ അടുത്തു. യാത്രയിലുടനീളം അവരെന്തൊക്കെയോ സംസാരിച്ചു. അവസാനം അവർ വലിയൊരു ഷോപ്പിംഗ് മാളിൽ എത്തിച്ചേർന്നു. ഇന്ദു അനന്തുവിൻ്റെ കൈ പിടിച്ച് ലിഫ്റ്റിൽ കയറി 3rd ഫ്ലോറിലേക്ക് പോയി.
ഇന്ദുവിൻ്റെ കയ്യിലെ പതപതപ്പ് അവനെ വല്ലാതെ കുളിരണിയിച്ചു. അവർ ഒരു കപ്പിൾസിനെ പോലെ പെരുമാറി. നേരെ ഒരു ലേഡീസ് വെയറിലേക്ക് അവർ കയറി. അവിടുത്തെ സെയിൽസ് ഗേൾസിനോട് പുതിയ മോഡൽ സാരി എടുക്കാൻ ഇന്ദു ആവശ്യപ്പെട്ടു. അനന്തു, എനിക്ക് ചേരുന്ന ഒരെണ്ണം സെലക്ട് ചെയ്ത് താ മോനെ. അനന്തു സാരി സെക്ഷനിലേക്ക് നോക്കി. എല്ലാം വില കൂടുതലുള്ള സാരി മാത്രം. താനൊക്കെ മാളിൽ വരുന്നത് കറങ്ങാൻ മാത്രമാണല്ലോ എന്ന് ഓർത്തപ്പോൾ അനന്തുവിന് ചളിപ്പ് തോന്നി. സെയിൽസ് ഗേൾസ് എടുത്ത് വിതറിയ സാരികളിൽ നിന്നും പിങ്ക് നിറമുള്ള ഒരെണ്ണം എടുത്ത് അനന്തു ഇന്ദുവിൻ്റെ മേലെ വെച്ച് നോക്കി. അവൻ സന്തോഷത്തോടെ അത് മതിയെന്ന് പറഞ്ഞു. ഇന്ദു ചിരിയോടെ അത് പാക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചു. പിന്നെ മുകളിലേക്കും താഴേക്കുമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ ചേച്ചി എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനൊന്ന് നെട്ടി. ചേച്ചി ഞാനോ? അതെ, നീ തന്നെ, പിന്നെ അല്ലാതെ ആരാ? ഇന്ദു അനന്തുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തുവിന് അവൻ ഇഷ്ടപ്പെട്ട 2 സെലക്ട് ചെയ്ത് കൊടുത്തു. അവൾ അവൻ്റെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു. അനന്തു അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവളെ അനുഗമിച്ചു. സാധനങ്ങൾ പാക്ക് ചെയ്ത് ബിൽ പേ ചെയ്ത് അവർ നേരെ മെൻസ് വെയറിലേക്ക് പോയി. അനന്തുവിന് ചേർന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങി അവർ പുറത്തേക്കിറങ്ങി. ഇന്ദുവിൻ്റെ ആഗ്രഹപ്രകാരം പിന്നീട് അവർ സിനിമയ്ക്ക് കയറി. റിലീസ് ചെയ്ത് കുറച്ച് ദിവസങ്ങളായതിനാൽ മിക്ക സീറ്റുകളും കാലിയായിരുന്നു. ഇന്ദുവും അനന്തവും ഏറ്റവും പിറകിലെ സീറ്റിൽ പോയിരുന്നു. സിനിമ സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങിയതും ഇന്ദു പതിയെ അനന്തുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഇന്ദുവിൻ്റെ ആ സൗന്ദര്യവും പെർഫ്യൂമിൻ്റെ മണവും അവനെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇന്ദു ചിണുങ്ങിക്കൊണ്ട് അവനെ ഇറുക്കിയിരുന്നു. പതിയെ അവർ കൂടുതൽ അടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഇന്ദുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൾ ഫോണെടുത്ത് കാതോരം ചേർത്തു. മറുവശത്തുനിന്ന് എന്തോ കേട്ട് അവളുടെ മുഖം വാടി. അനന്തു, ചേച്ചിക്ക് ഇപ്പോൾ പോണടാ, വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, വാവയെ കാണാൻ. ഫോൺ കയ്യിൽ വെച്ച് തെല്ലും സങ്കടത്തോടെ അവനെ നോക്കി അവൾ പറഞ്ഞു. സാരില്ല ചേച്ചി, നമുക്ക് പിന്നൊരിക്കലാകാം, വാ. ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് സാധനങ്ങളെടുത്ത് അവൻ നടന്നു. തിയേറ്ററിൽ നിന്നും ഇറങ്ങി ലിഫ്റ്റിൽ കയറി അവർ മാളിൻ്റെ പുറത്തേക്കിറങ്ങി. കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയി അവർ വണ്ടിയിൽ കയറി. അനന്തു ഇന്ദുവിൻ്റെ വീട് ലക്ഷ്യമാക്കി കാർ മുന്നോട്ട് പായിച്ചു. വിരസമായ യാത്രയ്ക്ക് ശേഷം സന്ധ്യയോടെ അവർ വീട്ടിലെത്തി. അനന്തു കാർ ഓഫ് ചെയ്ത് ചാവി ഇന്ദുവിന് നേരെ നീട്ടി. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഇറക്കി പിടിച്ച് പതിയെ ചാവി വാങ്ങി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി. ഇന്ദുവിനോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിൻ്റെ ഓർമ്മകൾ അയവിറക്കി നിറഞ്ഞ മനസ്സോടെ അനന്തു വീട്ടിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിച്ച് അവൻ കിടക്കയിലേക്ക് മറിഞ്ഞു വീണു. ഇന്ദുവിനെ ഓർത്തുകൊണ്ട് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ തുടക്കം മാത്രമാണിതെന്ന് അറിയാതെ. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ഞാൻ ഇടണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.